ജോൺ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ള ഓണം എക്സാമിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ്, സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ്, സ്പെഷ്യൽ മെത്തേഡ് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൂടിയാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്. പല കുട്ടികൾക്കും ഡിഫറൻസിയേഷൻ്റെയൊക്കെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ മാത്രമേ സ്കൂളിൽ നിന്ന് പഠിക്കുമ്പോൾ അവർ മനസ്സിലായി എന്നുള്ള വെച്ചാൽ അവർ ശ്രദ്ധിക്കാറില്ലാത്തതുകൊണ്ടായിരിക്കാം. മനസ്സിലാവുന്നുണ്ടെന്നാണ് പറയുന്നത് ലാസ്റ്റ് ചെറുതായിട്ടൊക്കെ. വലിയ ക്വസ്റ്റ്യൻസുകൾ ഞാൻ നോക്കിയിട്ട് ഒത്തിരി കുട്ടികളൊന്നും ചെയ്യാറില്ല. വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമേ വലിയ ചോദ്യങ്ങൾ 3 മാർക്കിൻ്റെയൊക്കെ രീതിയിൽ കൂടെയുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യാറുള്ളൂ. നിങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. നമുക്ക് 1 മാർക്കും 2 മാർക്കും കൊണ്ടൊക്കെ ജയിക്കാവുന്നേ ഉള്ളൂ, നല്ല മാർക്കിലോട്ട് പോയില്ല. വലിയ മാർക്കിന് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇന്നത്തെ ചോദ്യങ്ങൾ നമ്മുടെ വലിയ ക്വസ്റ്റ്യൻസുകളൊന്നും അല്ല, ചെറിയ ചോദ്യങ്ങളാണെങ്കിലും എക്സാമിൻ്റെ ഉറപ്പായിട്ടുള്ളതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങളുടെ എക്സാം എന്ന് പറഞ്ഞാൽ ഇത്തിരി ടഫൊക്കെ ആയിട്ടുള്ളതായിരിക്കാം. ചിലപ്പോൾ ഇത് ഓൺ എക്സാം ആയിരിക്കത്തില്ല, പബ്ലിക് എക്സാം ഉറപ്പാണ് ക്വസ്റ്റ്യൻ ടഫായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പ്ലസ് 1-ൻ്റെ ആ റെഗുലർ എക്സാം പോലെ തന്നെ ടഫായിരിക്കും. അതുകൊണ്ട് കരുതി ഇരുന്നോണം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാത്സ് ക്ലാസ് തന്ന് നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകളെല്ലാം തന്ന് പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം തന്നുള്ള ക്ലാസ്സാണ്. അതിൻ്റെ നോട്ട്സ്, പിന്നെ ഇക്വേഷൻ ബുക്കിലേറ്റ്, ഫുൾ ഫോർമുലാസ് അതിനുള്ളിൽ ഉണ്ടാവും. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പോസ്റ്ററായിട്ട് വീട്ടിലോട്ട് അയച്ചു തരും. ഓക്കെ, ലാസ്റ്റ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ പാക്കേജ് പൂർണ്ണമാവും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിനുള്ളിലുണ്ടാവും. ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ആദ്യം ഏതൊക്കെയാണ്, എത്ര മാർക്കിൻ്റെയാണ്, എല്ലാം കൃത്യമായിട്ട് തന്നുള്ളതായിരിക്കും. അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ 3 ചോദ്യങ്ങൾ നോക്കിക്കേ. ഫൈൻഡ് dy/dx when y is the root of x² + 1. ഇങ്ങനെ ചെറിയ ചോദ്യങ്ങൾ ഓൺ എക്സാമിനുണ്ടാവും. പിന്നെ y തന്നിട്ട് dy/dxനെ ഇങ്ങനെ ചെറിയ ചോദ്യം ചോദിച്ചാൽ dy/dx = എന്ന് എഴുതുമ്പോൾ റൂട്ട് ഓഫ് x² + 1 അല്ലേ. നമ്മൾ ആദ്യം അപ്പോൾ ഓർക്കേണ്ടതെന്ന് റൂട്ട് എക്സ്. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്? 1/2 റൂട്ട് എക്സ്. ഒന്നുകൂടെ കേട്ടോ, റൂട്ട് എക്സിൻ്റേത് 1/2 റൂട്ട് എക്സ് ആണ് ഇതേണ്ടത്. ഇതാണ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. ഇപ്പോൾ റൂട്ട് ഓഫ് x² + 1 വരുമ്പോൾ 1/2 റൂട്ട് ഓഫ് x² + 1. ഇതുണ്ട് ഇതേപോലെ കണ്ടോ, റൂട്ട് എക്സ് വന്നപ്പോൾ 1/2 എഴുതി, ഈ റൂട്ട് എക്സ് ഇവിടെ എഴുതി. അപ്പോൾ റൂട്ട് ഓഫ് x² + 1 വരുമ്പോൾ 1/2 എഴുതി, ഈ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതി. അതാണ് കേട്ടോ, ഈ ക്വസ്റ്റ്യനായി റൂട്ട് എക്സ് ഇവിടെ വന്നേക്കുന്നുണ്ടോ. അതേപോലെ റൂട്ട് ഓഫ് x² + 1 അവിടെ വന്നു. തീർന്നില്ല മോനെ, ഇൻറ്റു വിട്ടിട്ട് ഉള്ളിൽ കിടക്കുന്ന ഇത്രയും ആളുടെ ഡെറിവേറ്റീവ് x² എത്ര വരും? 2x + 1ൻ്റെ വേണ്ട 0 മരിച്ചുപോയി. ഓക്കെ, ഇവിടെ വെച്ച് 2 നമുക്ക് വേണമെങ്കിൽ വെട്ടിക്കളഞ്ഞാൽ ഫൈനൽ ആൻസർ ഈസ് x/root of x² + 1. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തേത് y = e⁻sin ഇൻവേഴ്സ് x. e⁻sin ഇൻവേഴ്സ് എക്സിന് വരുമ്പോൾ മോനെ dy/dx ചെയ്യുമ്പോൾ e⁻xനെ ഓർക്കണം. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് e⁻x? e⁻xൻ്റെ ഡെറിവേറ്റീവ് e⁻x തന്നെ. e⁻sin ഇൻവേഴ്സ് എക്സിൻ്റെ വരുമ്പോൾ e⁻sin ഇൻവേഴ്സ് x തന്നെ ആദ്യം. ഓക്കെ, e⁻sin ഇൻവേഴ്സ് x തന്നെ ആദ്യം എഴുതണം. തീർന്നോ? ഇല്ല, ഇനിയാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√1 - x². ദാറ്റ്സ് ഓൾ. തീർന്നു കേട്ടോ, ഇത്രയാണ്. അപ്പോൾ e⁻sin ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് e⁻sin ഇൻവേഴ്സ് x × 1/√1 - x². ഇത്രയുണ്ട്. അപ്പോൾ ഇങ്ങനെ e⁻ൻ്റെ ഒക്കെ ഇങ്ങനെ മാറി മാറി വരും. അല്ലാതെ ഇതൊരെണ്ണമാണ് e⁻sin ഇൻവേഴ്സ് x പഠിച്ചാൽ എല്ലാം ഓക്കെ ആയി. ഒന്നും ഓക്കെ ആകത്തില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രം. നെക്സ്റ്റ് y = x² log x. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ്? dy/dx. എളുപ്പം ഓർക്കാൻ പറ്റുന്ന പറഞ്ഞ് x² log x-ൻ്റെ ഡെറിവേറ്റീവ്. ചില എഴുതി വെക്കുന്ന അറിയാം, x²ൻ്റെ ഡെറിവേറ്റീവ് 2x, log x-ൻ്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ 2x × 1/x എന്ന് എഴുതിക്കൊണ്ട് പോകും. എന്നിട്ട് സന്തോഷിക്കുക, ഓ എളുപ്പമുള്ള ദിവസം വന്നു. തെറ്റാ, x² log x-നെ പ്രോഡക്റ്റോട് വഴിയാണ് ചെയ്യേണ്ടത്. ഓക്കെ, x²നെ ഫസ്റ്റായിട്ടും log x-നെ സെക്കൻഡായിട്ടും അങ്ങോട്ട് അടിച്ച് തകർക്കണം, ഡെറിവേറ്റീവിനെ പ്രോഡക്റ്റോട് കൂടെ. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. തീർന്നു. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. ഇവിടെ വേണമെങ്കിൽ ഒരു എക്സിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വെട്ടിക്കളയാം. അപ്പോൾ ഫൈനൽ ആൻസർ വരുമ്പോൾ x + 2x log x. ഇതാണ് എൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നല്ല ചോദ്യങ്ങളാണെന്ന് തോന്നുന്നു. മനസ്സിലായോ? അതൊക്കെ എനിക്കറിയത്തില്ല, മനസ്സിലാവുന്നൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഇതൊരു പുതിയ ക്വസ്റ്റ്യനാണ്. y = മോഡുലസ് x. മോഡുലസ് എക്സിന് ഡെറിവേറ്റീവ് ആര് ചോദിച്ചാലും മിക്കവാറും ആരും പറയത്തില്ല. ഈ മോഡുലസ് എക്സോ ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. ശരിയല്ലേ? മോഡുലസ് എക്സിന് ഡെറിവേറ്റീവ് ആണ്. കാരണമല്ലോ y = മോഡുലസ് x ഡിവൈഡ് ചെയ്ത് x > 0. മോഡുലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വെൻ x > 0. ഇനി മോഡുലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എല്ലാവരും ഒന്ന് പഠിച്ചിരുന്നു. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയണ്ടായോ? x/മോഡുലസ് x. ഇതാണ് മോഡുലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അറിയത്തില്ലായിരുന്നല്ലോ.
ഓക്കെ, ഒന്ന് എല്ലാവർക്കും ഒന്ന് കാരണം ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന പുതിയ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, എക്സ് നോട്ട് ഈക്വൽ 0. ഇവിടെ എന്താണ് എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ എക്സ് ബൈ ഈ മോഡുലസ് എക്സ് എന്നുള്ളത് പ്ലസ് എക്സ് ആവും, എക്സും കെട്ടിപ്പോയി 1 എന്നാവും. ഇതാണ് മോഡുലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇനി മോഡുലസ് എക്സ് എന്ന് മാത്രമേ ഉള്ളൂ, ഇങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എക്സ് ബൈ മോഡുലസ് എക്സ് കൊണ്ടങ്ങ് നിർത്തിയേക്കണം, പിന്നെ ഒന്നും ചെയ്യേണ്ട. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ഡിവൈഡ് ബൈ വെൻ 2x + 3y = sin y. 2x + 3y = sin y. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിഫറൻഷ്യേറ്റിംഗ്. 2xൻ്റെ ഡെറിവേറ്റീവ് 2. ഓക്കെ, 3y ഡെറിവേറ്റീവ് 3 × dy/dx. ഓക്കെ ആണല്ലോ. sin y ഡെറിവേറ്റീവ് cos y × dy/dx. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഓക്കെ അല്ലേ. 2xൻ്റെ ഡെറിവേറ്റീവ് 2, 3y 3 × dy/dx, sin y cos y × dy/dx. ഇത് ഏത് ഇക്വേഷൻ എന്നറിയാമോ? ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ് കേട്ടോ. ഇവിടുന്ന് ഡിവൈഡ്സ് കണ്ട് ഇവിടെ ഉണ്ട് മോനെ, ഇവിടെയുണ്ട് dy/dx ഇല്ലേ, കണ്ട് ഇവിടെയുണ്ട് dy/dx, ഇവിടെയുണ്ട് മോനെ dy/dx. ഇത് ഡിവൈഡ്സ് ഇല്ലാത്തവരാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും എങ്ങനെയാണ് മാറി നോക്കണം? ഇവർ രണ്ടുപേരും ഈക്വലിൻ്റെ ഒരു സൈഡിലെത്തണം, ഇയാൾ മറ്റേ സൈഡിൽ പോകണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ടൈമിന് എഴുതാം. ദാറ്റ് ഈസ് 3 × dy/dx മൈനസ് കോസ് y × dy/dx. അപ്പോൾ dy/dx ഉള്ള രണ്ടുപേരും ഒരിടത്തായി. ഈ +2 ഈക്വലിൻ്റെ അപ്പുറത്ത് നോക്കുമ്പോൾ -2. ഓക്കെ, ഇവിടെ നിങ്ങൾ ഡിവൈഡ്സിനെ കോം എടുക്കുമ്പോൾ dy/dx × ബ്രാക്കറ്റിനുള്ളിൽ ആരൊക്കെ വരും മോനെ? 3 - cos y. ഓക്കെ, 3 - cos y ഈക്വൽ എത്ര? -2. therefore dy/dx = എന്ന് വേണമെങ്കിൽ ഈ -2നെ 3 - cos y കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ dy/dx. എല്ലാവരും പഠിച്ചോണം, അടിപൊളി ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതേപോലെയുള്ള ഇനിയും ക്ലാസ് വരും കേട്ടോ. പക്ഷേ നമുക്ക് ഫുൾ ക്ലാസ് കിട്ടി, ഫുൾ മാർക്ക് കിട്ടണ്ടായോ? ജോയിൻ ചെയ്താൽ മതി. ഗുഡ് ബൈ.